അപ്പം കൂട്ടുകാരെ, എനിക്ക് ഒരു ചെറിയൊരു മീൻ കിട്ടിയിട്ടുണ്ടേ. ആ മീൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനു മുമ്പ് ഞാൻ ആ മീൻ വെട്ടി കറി വെക്കണം. അപ്പം അതിന് മുമ്പായിട്ട് ജ്യൂസ് ഉണ്ടാക്കിയ ജാറൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നല്ല ചൂടെടുത്തിട്ട് പോയി. ഒരു മഴയുടെ ലാഞ്ചനയുണ്ട്. അപ്പം പുറത്ത് നല്ലോടെ മഴയുടെ ലക്ഷണമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് വീഡിയോ എടുത്ത് സഹായിക്കാനൊന്നും ആരുമില്ല. മക്കൾക്ക് സുഖമില്ല. ഇളയ മോള് ചെറിയൊരു ബുദ്ധിമുട്ട്, പനി ചുമയാണോന്നും അറിയത്തില്ല, അങ്ങനെ കിടക്കുന്നു. അപ്പം ഞാൻ എൻ്റെ മീൻ വെട്ടാനായിട്ട് കത്രികയൊക്കെ എടുത്ത്, വലിയ പിച്ചാത്തി വേണം, ഇതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവളെനിക്ക് മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ചെത്തിപ്പറക്കിയൊക്കെ തന്നു. ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് മീനൊക്കെ എടുക്കാം. വെളിയിൽ ചെന്നൊന്ന് വെട്ടാൻ പറ്റും. ഇപ്പോഴത്തെ ചൂടത്ത് കടച്ചിട്ട ചൂടും കടക് തുറന്നിട്ട പാമ്പുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴും കേരളം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് കടക് തുറന്നിടാൻ ഭയങ്കര പേടിയാണ് എനിക്ക്. നമ്മൾ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കൊക്കെ വെച്ച് നല്ല എല്ലാം റെഡിയാക്കി വെക്കണം. ചാടിക്കയറുകയും ചെയ്യണ്ട. എല്ലാം റെഡിയാക്കി, പാത്രം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം മീനൊക്കെ എടുക്കാം. അപ്പം നമ്മൾ ആ ചെറിയ മീനൊന്ന് കാണാം. നമ്മളെ മീനൊന്ന് കാണിച്ചു തരും. ഇതാണ് ആ മീൻ കണ്ട, ഇതാണ് ആ മീൻ. സിലോപ്പി ഞാനിന്ന് വാങ്ങിച്ചതാണേ. ഇതിൻ്റെ വില എത്രയെന്നൊന്ന് പറയണേ, അറിയാമെന്നുള്ളവർ. ഞാൻ പൈസ കൊടുത്ത്, നിങ്ങൾക്കിത് എത്ര ഞാൻ കൊടുത്തു ഒന്ന് പറയണേ, ഗസ് ചെയ്ത്. ഇന്ന് ഇതാണ് മീൻ വയ്ക്കാൻ പോകുന്നത്. ഈ മീനാണ് ഞാനിന്ന് വയ്ക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വച്ചിട്ട് സമാധാനമായിട്ട് കത്തിയും കോടാലിയൊക്കെ എടുത്ത് വയ്ക്കാം. കാരണം കുറച്ച് നേരത്തൊരു പിടുത്തം ഉണ്ടല്ലോ. ഞാനൊന്ന് വെട്ടട്ടെ. ഇതിൻ്റെ ഇടത്തരം ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് വച്ചു. കത്രിക എടുത്തു. ഇങ്ങനെ പിടിച്ചിട്ടാണ് വെട്ടേണ്ടത്. എനിക്ക് ഇത്രയും വലിയ മീനൊന്നും വെട്ടി പരിചയമില്ല. ഏറ്റവും വലിയ മുഷി പോലത്തെ മീനൊക്കെ ഞാൻ കറി വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ വെട്ടിയിട്ടില്ല. അത് എൻ്റെ അണ്ണനാണ് എനിക്കിത് വെട്ടി തന്നിട്ടുള്ളത്. ഇത് ഞാൻ വെട്ടാനെടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കാരണം എന്നെക്കൊണ്ട് ഇതും അതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല. വെട്ടിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ.